Hello everyone, this is Shweta. My name is Indra and welcome to our Channel. It's time for Pulyana Agarbati's next scene. Let's watch. Okay. ഇതൊരു മൂപ്പരെ ശരിക്കും പിടിച്ചോണം. ഇത് നിന്റെ പെണ്ണാണെങ്കിലും പിന്നെ ഇത് നമ്മുടെ കമ്പനിക്ക് എലഫന്റ് ഓണേഴ്സ് അസോസിയേഷനെ സപ്പോർട്ട് ചെയ്യണം. 20 രൂപ ഇതൊക്കെ നടന്നല്ലേ. ഇങ്ങോട്ട് എന്തുണ്ട പൈസ പുണ്യാണ് പൈസ വെച്ച് തുടങ്ങിയാൽ നമ്മളും പുണ്യാണ് നമ്മൾ പിന്നെ എന്തുണ്ട വ്യത്യാസം. ഇത് ഇങ്ങോട്ടുള്ളതല്ല, ഇങ്ങനെ വട്ടച്ചെലവുള്ളതാ. ഒന്നാം ചെയ്യണട്ടോ, കുറച്ച് കഴിക്കണം. അപ്പൊ കാണാ പൈസ ഇട്ടോ നീ ഇത്തവണ എല്ലാം ഓക്കെ ആയിരിക്കും എന്റെ മനസ്സ് പറഞ്ഞത്. പെണ്ണ് കാണാൻ ജോയിന്റ് പകുതി കോൺഫിഡൻസാ പോകും. 5-6 പോയി കണ്ടാലടാ. നേരിപ്പോ അച്ഛനമ്മയായിട്ട് പോ. ഫെയിലിയേഴ്സ് എന്നല്ല നമ്മുടെ ആക്സിഡന്റ് ആണ്. അത് നടക്കുമ്പോ നടക്കും. ഇറ്റ് ഹാസ് ടു ഹാപ്പൻ, ഇറ്റ് വില്ല്. സോ ഡോണ്ട് ഗെറ്റ് ടെൻസ്ഡ്. എന്റെ ജീവിതത്തിൽ ആർക്കൊരു പെണ്ണാണ് ഉണ്ടായിരുന്നത്. അവളാണ് ഇപ്പൊ എന്റെ ഭാര്യയായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ 10 പഠിക്കുമ്പോഴാണ് എന്റെ അമ്മച്ചി മരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം എന്റെ അപ്പനും പ്രസായി. ഇൻ കേസ് നമ്മള് കല്യാണം കഴിച്ചാലും കുട്ടി ജോലി കണ്ടിന്യൂ ചെയ്യണട്ടാ. കാരണം ഇപ്പോഴെന്റെ ജോലി റിസൈൻ ചെയ്തിട്ട് നിയർ ഫ്യൂച്ചറിൽ ബിസിനസ്സിലേക്ക് കടക്കാനാണ് എന്റെ പ്ലാൻ. അപ്പോ നമുക്കൊരു പെർമനന്റ് ഇൻകം ആണല്ലോ. റിസ്ക് ആണ്, അതാണ് ഞാൻ അഡ്വാൻസ് പറയാം. നോക്കി നോക്കി കഴുത്ത് വയ്ക്കും. എത്ര ഹൈറ്റ്? അതിന്റെ മേളിൽ അറിയിക്കോ? കമ്മി പഠിച്ചത് പോലെ ഈ ലൈഫ് മുഴുവനും ഒരേ ജോലി മാറി മാറി ചെയ്ത് ഒരു ഡേ അങ്ങനെ ഇല്ലാണ്ടാവുന്നത് എന്തൊരു സിഗ്നേച്ചർ വിട്ടിട്ട് പോകണ്ടേ. എന്നെ കല്യാണം കഴിച്ച കുട്ടിക്ക് 2 ഓപ്ഷനാണ് ഉണ്ടാവുക. ഒന്നില്ലെങ്കിൽ ഒരു അംബാനിയുടെ ഭാര്യയായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ഒരു പ്രാന്തന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടി വരും. രണ്ടിലൊന്ന് എന്തായാലും സംഭവിക്കും. ഒരു കോമൺ മാന്റെ ഭാര്യയായിട്ട് ലൈഫ് കംഫർട്ടായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു വേറാണെന്ന് അവസാനം എന്നെ കല്യാണം കഴിച്ച് കുടിക്കാൻ പറയുന്നില്ല. യു ജസ്റ്റ് റിലാക്സ് ആൻഡ് തിങ്ക് ആൻഡ് ലെറ്റ് മീ ദ ഡീറ്റെയിൽസ്. നിങ്ങളൊരു സംഭവം നമ്മളെ റിസ്ക് എടുത്ത് കെട്ടിയകളാ. ഇനി പരാതി പറഞ്ഞു വരില്ലേ? അത് നീ ധൈര്യമായിട്ട് പോയി കണ്ട. ഓപ്പറേഷൻ മാനേജർ ഗ്രീനു ശർമ്മ. എന്റെ അപ്പനട്ട് യൂളപ്പേര് വിളിച്ച ബാക്കി എല്ലാവരും അന്തസ് തന്നെയാ. ജോയേട്ടാ പക്ഷെ എഡ്യൂക്കേഷണൽ പ്രശ്നം തന്നെയാ. ഡിഗ്രി സർട്ടിഫിക്കറ്റ് കളഞ്ഞു പോയി എന്തുകൊണ്ടാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്? ബിൽഗേറ്റ്സ് കേട്ടല്ലേ നീ? ആയത് എന്തുകൊണ്ട് എഡ്യൂക്കേഷൻ? ഫേസ്ബുക്കിന്റെ കേട്ടിട്ടുണ്ടല്ലോ. മാർക്ക് സുക്കംബർഗ്. നീ വണ്ടി പിന്നെ ഗ്രീന അന്തസ് നോക്കിട്ട് ശ്രീധരൻ വേണ്ടാന്ന ഡയലോഗ് അടിച്ചല്ലേ. അനു ചേച്ചിയുടെ ഫാദർ PWD നല്ല ചിരി വായിച്ചു പിന്നെ ടീമല്ലേ. തേങ്ങയാണ്. നമ്മുടെ സ്റ്റാറ്റസ് കുറയ്ക്കണ്ടെന്ന് വിചാരിച്ച ശ്രീധരൻ വേണ്ടെന്നൊക്കെ നമ്മളൊരു ഡയലോഗ് ആക്കിയതാ. നമ്മൾ വിചാരിച്ചു അങ്ങനെ നിൽക്കുമ്പോ കൊടുക്കുന്നു, അങ്ങനെ തരാക്കി. മോന്റെ കൂടെ ദുബായിൽ സുഖമായിട്ട് ജീവിക്കണം കാലമാണ്. കുരി കൊണ്ട് ഞാൻ എനിക്ക് അങ്ങനെ മോന്റെ ഓർമ്മയാണ്. ജോർജ് താക്കോൽക്കാരൻ MBA MSW MA സൈക്കോളജി. സംഗതിയൊക്കെ ഉഷാറായിട്ടുണ്ട്. എന്നാലും ഈ ആനപ്പിണ്ടം പോലൊരു സാധനത്തിന് ചന്ദനത്തിരി പോലുള്ള സംഗതി ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് കൃഷ്ണടെ ഇതിനൊരു പ്രോസസ് ഉണ്ട്. ആദ്യം ഈ ആനപ്പിണ്ടം എടുത്തിട്ട് ഇങ്ങനെ ഉണക്കണം, പിന്നെ അതിനെ പൊടിക്കണം, പിന്നെ ഒരു ഫോം വെച്ച് ഇങ്ങനെ പൊതിക്കണം. ശ്രീലങ്കയിലൊക്കെ ഇത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ അല്ലേ? അതെയാ. ഇങ്ങനൊരു ഐഡിയ ഇവിടെ ആർക്കും സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. പിന്നെ പുതിയൊരു കാര്യം നോക്കുമ്പോഴേക്കും ആദ്യമായിട്ട് നെറ്റ് പിടിക്കല്ലോ, അത്രേ ഉള്ളൂ. എന്നാലും ആനപ്പെട്ടത്തിൽ നിന്നുണ്ടാക്കി എന്ത് മണം ഉണ്ടാവുക? റൈറ്റ് ചോദ്യാണ്. നമ്മളാ ഇഷ്ടമായിട്ടല്ലേ വന്നേക്കണേ. ഇവനാണ് നമ്മുടെ ഹീറോ. കത്തിച്ചാലോ? സംഗതി കൊള്ളാലോ. എന്നാലും ചന്ദനത്തിരി പോലൊരു ബിസിനസ് എന്ത് ലാഭം ഉണ്ടാവാനാ ചോദിയേ? ഇതാണ് നമ്മുടെയൊക്കെ ഒരു മിസ്കൺസെപ്ഷൻ. ഇന്ത്യയിൽ മാത്രം 4000 കോടി രൂപയുടെ ഇൻഡസ്ട്രിയാണ് ഈ അഗർബത്തീസിന്റെ. അതിന്റെ 1% കിട്ടിയ പോലെ
കംപ്ലീറ്റ് എക്സ്പോർട്ട് ആണ്, എക്സ്പോർട്ട്. ആ ഞാൻ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് തൃശ്ശൂർ ടൗണല്ല, കേരളമല്ല, ഇന്ത്യയല്ല, വേൾഡ് മാർക്കറ്റാണ്. അമേരിക്കയിലെ മലയാണ്, ദുബായിലെ മലയാണ്, ലണ്ടനിലെ മലയാണ്. നൊസ്റ്റാൾജിയ കംപ്ലീറ്റ് അവർക്കല്ലേ. ഒരു ഹിന്ദു ഇതങ്ങൾ കത്തിക്കുമ്പോ അവര് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഒരു വഴിപാട് കഴിച്ചല്ലേ കൃഷ്ണേട്ടാ. ക്രിസ്ത്യാനികൾ ഇത് കത്തിക്കാത്ത ഒരു ഭാഗതനാണ് ഈ ചന്ദ്രത്തിൽ. അറിയോ കൃഷ്ണേട്ടന്? നിങ്ങളുടെ കാശൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. നിങ്ങളുടെ ആനോണ്ടെ ആ പിണ്ട, അതും ആ ദേവസ്വത്തിന്റെ കേസ് തീരാൻ മാത്രമേ ഉള്ളൂ. ഒരു ഹ്യൂമാനിറ്റി സർവീസ് എന്താ ചെയ്തെന്നുള്ളു കൃഷ്ണേട്ടാ. ചേട്ടാ ചേട്ടൻ അതെ, ഇതിലിപ്പോ എന്തുണ്ടെന്ന് ആലോചിക്കാൻ. അടുത്ത കൊല്ലം പൂരത്തിന് കാട്ടാള കമ്മീഷൻ അനത്തേക്കോട്ടുണ്ടാവും. അതൊരു തീരുമാന. ആ ഞാൻ തിരഞ്ഞെടുത്തി. നിങ്ങളുടെ ലെറ്റർ കേട്ടില് ഒരു കൺസൾട്ട് തന്നാ മതി, കോടതിയിൽ അത് ഗുണാവും. മായിട്ടെന്നാ ശരി, കാണാം. ഓക്കെ. അതിനിടയ്ക്ക് ആരെല്ലാം അറിവുന്നു ആരെനിക്കണം. നീ ആ സാധനം വെച്ചേ. ആ ശരി. 10 മണിക്ക് വരാന്നുണ്ട്. ഇപ്പോഴാണ് വരണേ. ആ പോയില്ല പുണ്യാണ് ചെയ്യലടാ. അതെ, തോമസേട്ടൻ അറിയാവണേ. ജാതി പൂജേട്ടാ, നോക്കിയേ. ഈ കാലത്ത് സൈക്കിൾ റിക്ഷാന്ന് കേൾക്കുമ്പോ പ്രാക്ടിക്കൽ അല്ലല്ലോ എന്ന് കാട്ടാള മുതലാളിക്ക് ചിലപ്പോ തോന്നാം. പക്ഷെ ഒന്ന് നോക്കി, ഇങ്ങനെ തുറന്നാണ് നമ്മുടെ പുതിയ ബിസിനസ് ഐഡിയ. യാത്രക്കാർക്ക് ഇരിക്കാൻ നല്ല സീറ്റ്, വായിക്കാൻ മാഗസിൻസ്, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്. പക്ഷെ അതിന് എക്സ്ട്രാ വേറെ പേ ചെയ്യണ്ടാ. ഇതാണ് നമ്മുടെ കാട്ടാള റിക്ഷാസ്. ഒരു ഓട്ടോറിക്ഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കണേ. ആദ്യം തന്നെ നമ്മള് ഗ്രാമങ്ങളിലെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലും 5 കാട്ടാള റിക്ഷാസ് ഇറക്കും. ഓട്ടോ കാശിന്റെ 3 കൊടുത്താൽ പോരെ. 1 രൂപയുടെ ലാഭം കിട്ടിയ കടലിൽ ടീംസാണ് നമ്മുടെ നാട്ടുകാർ. അവരിൽ വീഴും. സിറ്റി ട്രാഫിക് അവിടെ ഇല്ലല്ലോ. അത് കറക്റ്റാ. ഒരു 10 കൊല്ലം കൊണ്ട് ഇന്ത്യ മുഴുവൻ കാട്ടാളന്റെ പൊടി പാർപ്പിക്കണം നമുക്ക്. ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സെക്ടറില് നമ്മുടെ കാട്ടാള റിക്ഷാസ് റെവല്യൂഷൻ ഉണ്ടാക്കില്ലേ. അപ്പൊ കാശ് മാത്രല്ല, ഇതിനകത്ത് സോഷ്യൽ സർവീസും ഉണ്ടല്ലേ. ആ അത് മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങനെ ഒരു ഇമേജ് നമ്മൾ പുറത്തു വിടാവുള്ളൂ. ലാഭം വന്നോളും. നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത സക്സസ് ഉണ്ടായിക്കൊള്ളുന്നല്ല മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ വരെ പറയണേ. ഫോക്കസ് യുവർ വർക്ക്, ഫോർഗെറ്റ് ദ റിസൾട്ട്, ഇറ്റ് വിൽ ഹാപ്പൻ. എന്നിട്ട് എന്തുകൊണ്ടായേ അവന്റെ അമ്മയുടെ കയ്യിൽ തൂക്കിയിട്ടേ. അക്രമായോ? അവന്റെ മാർക്കറ്റ് തൃശ്ശൂരല്ല, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല എന്നൊക്കെയല്ല അവൻ പറഞ്ഞേ. ഉഗാണ്ടിലെ അവന്റെ മാർക്കറ്റ് ഉണ്ട. പഞ്ചരിക്കാൻ കേസ് കൊടുത്തിട്ട് അവന്റെ പേര് ഓട്. അവന്റെ വാചകടിയിൽ വീണോന്റെ ജീവിതം ആയി. ഞാൻ പറഞ്ഞില്ല അതോണ്ടാ കാശും പോയി. ഹലോ, ഈ സമയത്ത് റെസ്റ്റോറന്റ് കാലൊക്കെ വെച്ചോ? എന്നാലും ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടാ. എന്നതാ? ഒരു സർപ്രൈസ് ഇങ്ങനെ തരുമ്പോ വേറൊരു സർപ്രൈസ് ആക്കുന്നുണ്ട്. ജോ എന്നേക്ക് പറയുന്നേ? കൺഗ്രാറ്റുലേഷൻ, സെലിബ്രേഷൻ, ഇമാജിനേഷൻ. അല്ല, ഇയാൾക്ക് എന്താ പ്രശ്നം? അതൊക്കെ പറയാം. നീ ആദ്യം മധുരം കഴിക്കി. 1 മന്തായി ഞാൻ നോട്ട് ചെയ്യണം നിന്റെ മോന്തയ്ക്ക് വേണ്ടിട്ട്. എത്ര നാളായി ഞാൻ കാത്തിരിക്കണമെന്നറിയോ ഒരു കുഞ്ഞിക്കറിയാണ്. നീ കഴിക്കി. അയ്യ, ആ പൂജ മനസ്സിൽ വെച്ചാ കുഞ്ഞിക്കാരാണോ വന്നേക്കുന്നു? അപ്പൊ നീ പ്രഗ്നന്റ് ആയിട്ടല്ലേ തല ചുറ്റി വീണ? നീ ഛർദ്ദിച്ചു എന്ന് പറഞ്ഞല്ലോ. കൂടെ വയ്ക്കണ ഗർഭിണി പെണ്ണ്. 2 ദിവസമായിട്ട് ജോയ്ക്ക് വല്ലതും അറിയണം. അത്രേ ഉള്ളൂ. ഞാൻ വെറുതെ കുറെ സ്വപ്നം കണ്ടുപിടിയേ. അത്രേ ഉള്ളൂ എന്നാ? ഞാൻ തലറിയണ നിങ്ങൾക്ക് അത്രേ ഉള്ളൂ? കുഞ്ഞിക്കാലം ഉണ്ടത്രേ. ഇനി ഈ പ്രോബ്ലംസിന്റെ ഇടയിൽ കൂടെ ഒരു കുട്ടിയെ കൂടെ കൊണ്ടുവരാൻ കുറവേ ഉള്ളൂ. ആ റിസ്ക് എന്തായാലും ഞാൻ എടുക്കില്ല. എടുക്കണമെങ്കിൽ ഉണ്ടോ? ഞാൻ വിചാരിച്ചു 2 മാസമായിട്ടൊന്നും നടക്കത്തില്ല. മേടിച്ചല്ലേ? എന്തായിരുന്നു എന്റെ കാര്യം? അല്ലെങ്കിൽ പ്രാന്തന്റെ കാര്യം? അത് കഴിഞ്ഞിട്ട് മതി കുട്ടി. മതി മതി. നീ 10 ദിവസം ലീവ് എടുത്തോ. ഇപ്പൊ നല്ല റെസ്റ്റ് കിട്ടും. വേണോ ഉള്ള ജോലി കൂടെ പോവാൻ? ആകെപ്പാടുള്ളത് മാസം കിട്ടുന്ന ശമ്പളം. ശരിയാ. ജോലിയുടെ ഞാൻ അങ്ങനെ നീന്തൽ പിടിച്ചേ. ഭയങ്കര സ്പീഡാ. അഞ്ചേച്ചി കാര്യങ്ങൾ നോക്കിയില്ലേ? ആശുപത്രി പണി വണ്ടി താണ്ടില്ല. നിന്നെ നീ റെസ്റ്റ് ചെയ്താനോ? പച്ചമറ വേണ്ടി വീട്ടിലുണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പേടിച്ചുടാ. സംഭവം മറ്റാണെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇല്ലേ? ഇത് ഓവർ സ്ട്രെയിൻഡാ.
ഫസ്റ്റ് നൈറ്റിൽ ഞാൻ അനുവിന്റെ അടുത്ത് വെച്ച് കണ്ടീഷൻ എന്തുട്ടാ മോളെ നമുക്ക് ഫസ്റ്റ് ഒരു കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് 1 crore ബാങ്കിലും ഈ ഡയലോഗ് കഴിച്ചതും അവിടെ മോന്ന് കാണണം ബൾബായി. നിങ്ങളെ പോലെ നിങ്ങൾക്ക് പറ്റൂ ചോദിക്കട്ടാ. നിങ്ങളെ വിട്ടിട്ട് ഇത് പെണ്ണ് കാണാൻ പോയി കംപ്ലീറ്റ് നാട്ടിക്കേസായി. ചോദിക്കാൻ പറഞ്ഞൂടാ. അതെന്താ പറ്റിയാണല്ലോ? കുട്ടി മേടിച്ച് കളിച്ചില്ലേ? കുട്ടിയുടെ അച്ഛനെ തല്ലിട്ടായിരുന്നു എന്റെ സാരില്ലടാ, നിനക്ക് ഇനി ടൈം ഉണ്ടല്ലോ. പിന്നെ ഞാൻ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചതിന്റെ കാര്യം നിനക്ക് എന്നിട്ടാ കുട്ടിയോടെല്ലാം ജോയിന്റ് എങ്ങനായിരിക്കാല്ലേ? ഓടാ പോത്തവൻ. ചെറുപ്പത്തിലെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസ് നെവർ. പിന്നെ എന്തുട്ടാ ജോയിന്റ് തന്നെ പറ. നമ്മള് ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചാൽ ഗുണം എന്താ വെച്ചാ ഇൻ കേസ് ആ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആയില്ല വെച്ചാലും നമുക്ക് വേറെ കെട്ടിക്കൂടാ. അതെ മനസ്സിൽ വെച്ചാൽ മതി. അവിടെ ശ്രദ്ധിക്കണ്ട, എടുത്ത് ചവിട്ടി കൂട്ടും. എന്ത് ചോദിക്കട്ട. ആരാടാ സുധാകരന്? അല്ല ഞാനാ ഗിരീശി. എന്തും പരിപാടി? നീയായിരുന്ന ജോലി എന്താ ഈ നേരത്ത്? ഈ നേരത്തെ വക്കീലൊന്ന് സ്വസ്ഥമായിട്ട് കാണാൻ പറ്റുള്ളൂ. അവിടെ അവിടെ ഒരു സിനിമയ്ക്ക് പോയിട്ട് എപ്പം ഇവിടെ ഒന്ന് കയറിയുള്ളൂ. ഒറ്റയ്ക്കാ? ഞാൻ പറഞ്ഞ കേക്കണ്ടെന്റെ ജോലിയെ. ഇവിടെ ഒരാളുടെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കാന്ന് വെച്ചാൽ ഒരു എണ്ണത്തിന് അവിടുത്തെ പഠിക്കില്ല. മോഡേൺ ടൈംസ് അല്ലേ ഗിരീശ്? വക്കീലിന് പറ്റിയൊരു ചുള്ളനെ നമുക്ക് എവിടെ നിന്നെങ്കിലും കണ്ടുപിടിക്കാം. ഗിരീശ് താഴേക്ക് ഇറങ്ങിയ ഈ വയസ്സകാലത്ത് ഇതിന് മേളിൽ പേരന്റെ താഴേക്ക് വീഴാത്ത കുറവുണ്ട്. എന്റെ അമ്മേ പിടിക്കും. വെറുതെ ഇരിക്കുമ്പോഴേ കയ്യിലും കാലിനൊക്കെ ഒരു തരപ്പെന്റെ ജോലിയെ. TV കണ്ടിരുന്നൂടെ? ഗിരീശിനെ മന്ദാരപ്പൂരെ ടൈമല്ലേ ഇപ്പൊ? 8,000 എപ്പിസോഡ് അല്ലായിരുന്നു. TV സീരിയൽ കാണുന്നതന്നെ കാണിച്ച മടുപ്പായി. രാത്രിയിൽ ഞാൻ ന്യൂസ് നൈറ്റ് കാണും. നിയമസഭയുടെ സമയമാഴ്ച രാവിലെ ലൈവും കാണും. ചിരിച്ച് ചിരിച്ച് ചാവ് എന്റെ ജോലിയെ. മുതലാളിയേ വക്കീലേതോ സിനിമയ്ക്ക് പോയിരുന്നോ? ഞാൻ സിനിമ ഞാൻ പച്ചക്കറി വാങ്ങിയാലെന്ന് പറഞ്ഞേക്കമ്മേ. നമ്മുടെ കമ്പനി വളർത്തിലുണ്ടാക്കിയതാണ്. കേസ് വിധിയാകുന്നത് കമ്പനിയിൽ തിരക്കിയ പരിപാടി. കീടനാശിനി അടിക്കാത്ത ഫ്രഷ് വെജിറ്റബിൾസ് എന്താ ഒന്ന് പാരണ്ട ഗിരീച്ച്. ഈ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ലേ? വെൽത്ത് മാത്രം മതിയാണ് വക്കീല് പറയണേ. നമ്മുടെ ജോലിയല്ലേ മോളെ. അമ്മ ഒന്ന് അകത്തേക്ക് പോയേ. അല്ല പിന്നെ അടുത്തോ അതവിടെ വെച്ചാ മതി. ആകെ കഷ്ടകാലാണ് വക്കീലെ. ആ കാട്ടണം താമസിക്കാറുണ്ട്. എലഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ വരെ ആകെ അടങ്ങി. ഒന്നുകൂടെ നോക്കിയേ. അതെ നാളെ വക്കീൽ കോടതിയിൽ ഹാജരാവണം. തരാനുള്ള ഫീസ് ഞാൻ ഉടനെ തരും. അതെന്നെ പുത്തമ്പള്ളി പോയി പറഞ്ഞാൽ മതി. എന്തിനാ? ജോയ് താക്കോൽക്കാരനല്ല, ജോയ് തട്ടിപ്പുകാരനാണ്. ഈ നാട്ടുകാർ മുഴുവൻ പറയേണ്ട വെറുതെ അല്ല. അങ്ങനെ പറയുന്നില്ല. ഉണ്ടാക്കി തരാതിരിക്കുന്നല്ലോ. വക്കീലിന് സമ്മതിച്ച ഒരു ഫിക്സഡ് ഫീസിന് പകരം പുണ്യാളൻ 10% ഒരു പ്രോഫിറ്റ് ഷെയർ ഞാൻ അങ്ങോട്ട് ഓഫർ ചെയ്യും. എന്നിട്ട് വേണം എന്റെ കുടുംബം പട്ടിണിയാണ്. നടക്കണ കാര്യമൊന്നും പറഞ്ഞില്ല. കോടതിയിൽ ഹാജരായ നമ്മള് ആത്മഹത്യ ഒന്നുമില്ല, ഒരു വിഷമം കൊണ്ട് പറഞ്ഞതാ. ബട്ട് ഐ വിൽ ഡു. അതെ നിങ്ങളെ കാണിക്കുന്നത് കംപ്ലീറ്റ് അടവാന്ന് എനിക്ക് അറിയാണ്ടല്ല. അത് നോക്കട്ടെ. അത് മതി, അത് കേട്ടാ മാത്രം മതി. പിന്നെ വലിയ ഏത് സിനിമയ്ക്ക് പോയിട്ടാണേ മുതലാളി ചെല്ല്. പൂവത് ഈ സഞ്ജയ് കൂടെ എടുത്തിട്ട് പോയിക്കോ. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോ എന്നെ കൂടി കണക്ക് ഞാൻ കേൾക്കേണ്ടി വരും. ഈ സൈസിലെ കുറച്ച് വ്യക്തികളെ കിട്ടിയ വക്കീൽ പണി എടുത്തുകൊണ്ടേ. സഞ്ചി എടുക്കാൻ മറക്കണ്ട. പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കിഴക്കേക്കോട്ടെ ദിനേശ് എന്തിനാണ് പറയണം? ശരി ഇവരോട് പോലീസ് സ്റ്റേറ്റ്മെന്റിൽ വാദി വലതുകൊണ്ടില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലീസ് ഇടതായാലും വലതായാലും അടിച്ചൂടോ? അടിച്ചാണ് ഇവരാണ്. ഓക്കെ, 2000 രൂപ കോമ്പൻസേഷൻ വിധിച്ചിരിക്കുന്നു. അല്ല സാറേ, ഇതൊക്കെ പറഞ്ഞ് കളകളാണ് കോടതിയുടെ സമയം. നെക്സ്റ്റ് കേസ്. കേസ് നമ്പർ 301/279. വാദി ജോയ് താക്കോൽക്കാരൻ. പ്രതി തൃശൂർ ദേവസ്വം പ്രസിഡന്റ് വടക്കേ വീട്ടിൽ രവീന്ദ്രൻ. സുഖം തന്നെയല്ലേ താക്കോൽക്കാരാ?
അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാവണം. Okay. ഇവരാണ് 2 വർഷം മുമ്പ് എന്റെ കക്ഷി ജോയ് താക്കോൽക്കാരന് ദേവസ്വത്തിന് ആവശ്യാനുസരണം ആനപ്പിണ്ട് എടുത്തോളാൻ പറഞ്ഞിട്ട് അന്നത്തെ കമ്മിറ്റി നൽകിയ പെർമിഷൻ ഓർഡറാണിത്. റീസബ്മിറ്റ്. പ്ലീസ് യുവറാണ്. ഈ പെർമിഷന്റെ പിൻബലത്തിൽ സാമാന്യം വലിയൊരു തുക ബാങ്ക് ലോണിന്റെ സഹായത്തോടുകൂടി എന്റെ കക്ഷി ജോയ് പുണ്യാളൻ അഗർബത്തീസ് ഉൽപ്പാദിക്കുന്ന കമ്മിറ്റി പ്രത്യേകിച്ച് ഒരു കാരണവും കൂടാതെയാണ് പെർമിഷൻ റദ്ദാക്കിയത്. അതെന്താ? ഉണ്ണിയാളൻ അഗർബത്തീസ് ഉണ്ടാക്കാൻ ഒരു മാപ്പിള ദേവസ്വത്തിന് ആനപ്പിണ്ടം കൊണ്ടുപോണത് ദൈവത്തിന് ഇഷ്ടപ്പെടില്ല. ഇത് ദൈവമൊന്നുമല്ല, ഈ നിൽക്കുന്ന ദേവസ്വം പ്രസിഡന്റ് രവിയേട്ടനാണ്. ഇതിന്റെ പുണ്യാളൻ അഗർബത്തീസിന് ഇത്ര പണം ആരോഗ്യന ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നു. അതൊക്കെ മാറ്റി വെക്കാൻ വേണ്ടി പാടറിയോ? ഞാൻ ഇതിന് മാത്രം എന്തുകൊണ്ട് തെറ്റാ ചെയ്തേ? കഴിഞ്ഞ 1.5 കൊല്ലായി ഈ കേസ് അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടി കളിക്കും. ഇന്ന് എനിക്ക് ഉത്തരം കിട്ടണം, അല്ലെങ്കിൽ ഈ ഉത്തരത്തിന് ഞാൻ എഴുതിച്ചാവും. ഇവിടെ അല്ല, ഔട്ട് സൈഡ്. ബാക്ക് ടു ദ പോയിന്റ്. ഒരു ഇമീഡിയറ്റ് ഡേറ്റിൽ എന്റെ കക്ഷിക്ക് ദേവസ്വത്തിന് ആനപ്പിണ്ട് എടുക്കാനുള്ള വിധി ഉണ്ടാവേണ്ടിയതാണ്. അതല്ലെങ്കിൽ തത്തുല്യമായ ഒരു നഷ്ടപരിഹാരം ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്ന് ഇദ്ദേഹത്തിന് കൈമാറാനായി ഉത്തരവുണ്ടാവാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. എന്ത് പറയണേ? സംഭവം ഈ പഴയ ലെറ്റർ ദേവസ്വം ബോർഡിനല്ലേ? ഇത് പറയുന്ന പോലെ ഇയാൾക്ക് ആനപ്പിണ്ണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടാവുന്ന നഷ്ടത്തിന്റെ കോമ്പൻസേഷൻ കൊടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാണോ? എന്റെ പട്ടി കൊടുക്കും. ആഹാ, കോടതിയോടെ അഹങ്കാരം. എന്റെ പട്ടി കൊടുക്കണ്ട, ആന കൊടുത്താൽ മതി. അടുത്ത മാസം 5-ാം തീയതിക്ക് മുൻപേ ആദ്യത്തെ ജോയ് താക്കോൽക്കാരന് കൈമാറാൻ ഇതോടെ ഈ കോടതി ഉത്തരവിട്ടു. Okay. Will it turn his business? I I hope. think so, yeah. തുടർന്നുള്ള ഓരോ തിങ്കളാഴ്ചയും ജോയ്ക്ക് ദേവസ്വത്തിൽ നിന്നും ആനപ്പിണ്ണം കളക്ട് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ തീരുമാനം അത്. ഇവിടുത്തെ ഇനി ഒരു അക്ഷരം പറഞ്ഞാൽ നെക്സ്റ്റ് കേസ്. Whoa. But he is trying so many businesses. It's kind of he has a very good, communication skill. Convincing skills. Yes. You don't convince the wife. What, like, it's kind of You a were- word but three types. It's not convincing. It's convincing. Pure yeah. convincing. Yeah, absolutely true. But Because he even convinces the girl, you do job, I will business. Just come on. it's just He's for good at it. it's like 2 ways. There is a two option for you. So he's good at it actually. He is like proper mouth. So like he said, clear. I was very clear, so why can't complain now? Very smart. Absolutely. We should learn from him. Actually, But okay, now the case is also interesting. I hope this business. at least work. Yeah. Because I'm also interested to see how he makes that agarbatti from Agarbatti that from dung of course, dung. elephant dung of course. That is interesting of course. We have to actually do research about it. Okay, we have to see because this is something unique. Like I was not even thinking. Cool. Cool guys, so do like, subscribe, Share, comment, click on the bell icon.